നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. രാജ്യങ്ങൾക്കെല്ലാം അധിക തീരുവ ചുമത്തി വലിയ വെല്ലുവിളിയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കളിയൊന്നും ഒരിടത്ത് മാത്രം ചെലവാകുന്നില്ല. ചൈനയോട് ട്രംപ് അങ്ങ് മുട്ടുകുത്തുകയാണ് നിരന്തരം. പലതവണ പല വഴിക്കൂടെ ചൈനയെ പേടിപ്പിക്കാൻ നോക്കി. പക്ഷേ ചൈനീസ് വ്യാളി ഇതിലൊന്നും വീഴുന്നില്ല എന്ന് കണ്ട് നട്ടപ്രാന്തിളകിയിരിക്കുകയാണ് ട്രംപിന്. ഒടുക്കം ഇപ്പം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു പ്രഖ്യാപനം നടത്തി തൊട്ടു പിന്നാലെ ട്രംപിന് വലിയ ട്രോളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, വേണമെങ്കിൽ ഞങ്ങൾ ചൈനയ്ക്ക് അധിക തീരുവ ചുമത്തുന്നതിന് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇതിലും ഇനിയിപ്പോൾ അടിയറവ് പറയാൻ ചൈന തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ആ നീക്കത്തിലേക്ക് കടക്കും. പക്ഷെ ഇപ്പം ഞങ്ങളൊന്ന് വിട്ടുവെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ നെഞ്ചത്തോട്ടാണ്. പക്ഷെ ഇന്ത്യയോട് ഒരു ഇളവും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. 50% എന്ന് പറഞ്ഞത് 50% തന്നെ. അതിൽ നിന്ന് അങ്ങോട്ടോ ഇല്ല ഇങ്ങോട്ടോ ഇല്ല എന്നാണ് പ്രഖ്യാപനം. ഈ ശരിക്കും ഇപ്പോൾ ഈ ചൈനയോട് നാണം കെട്ടി നിൽക്കുകയല്ലേ ഈ പറയുന്ന ട്രംപ്. ആദ്യം റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ പോയി റഷ്യ അടിച്ചോടിച്ചു. പുടിൻ പുല്ലുവില പോലും കൊടുത്തില്ല. ഇപ്പോൾ ചൈനയിൽ നിന്നും നല്ല അടിയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കിട്ട് പണിയാൻ പോയതിന് ചൈനയിൽ നിന്നാണ് മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ നമ്മൾ നാട്ടിൻപുറത്തൊരു ചൊല്ല് പറയും, അങ്ങാടി തോറ്റ അമ്മയോടെന്ന്. അതുപോലെയാണ് ഇപ്പോൾ ട്രംപ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ചൈനയോടോ റഷ്യയോടോ മറ്റു രാജ്യങ്ങളോടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ ദേശവും ചുരുക്കും എല്ലാം കൂടി ഇട്ടിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ടയ്ക്കാണ്. കാരണം ഇപ്പോൾ ചൈനയ്ക്ക് മേലെ പകരം തീരുവ ചുമത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നായിരുന്നു അതിൻ്റെ തീരുമാനം വരേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ അത് 90 ദിവസത്തേക്ക് കൂടി മാറ്റിവെച്ചിരിക്കുകയാണ്. അവർ US-ഉം ചൈനയും തമ്മിൽ വ്യാപാര കരാർ ധാരണയിലെത്തും എന്ന് പറഞ്ഞിരുന്ന അന്തിമ തീയതിയാണ് ഇന്ന്. പക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞത് അതിനെ ഒരു 90 ദിവസത്തേക്ക് കൂടി നീക്കി വെച്ചിട്ടുണ്ട്. അതുവരെ ഒരു 3 മാസത്തേക്ക് നവംബർ 10 വരെ ഇത് നീട്ടിവെച്ചിരിക്കുകയാണ് ഈ അധിക ചുങ്കം ചുമത്തുന്നതിനുള്ള സമയം. പക്ഷെ അതേസമയം ഇന്ത്യയുമായിട്ട് ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് പറയുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി പുടിനുമായി ചർച്ച നടത്താൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യയുമായിട്ട് സംസാരിക്കാനൊന്നും തയ്യാറല്ല. പക്ഷെ മോദി പോകുന്നുണ്ട് അമേരിക്കയിലേക്ക്, ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുടിനുമായുള്ള ചർച്ചയിൽ 50-50 ചാൻസേ ഉള്ളൂ. സംസാരം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പുടിൻ മനസ്സിൽ വിചാരിക്കണതെന്ന്. അതനുസരിച്ചിട്ടാണ് ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനോട് ചേർത്ത് പലരും പറയുന്നുണ്ട് ഇതിപ്പോൾ റഷ്യയുടെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം പറയുന്ന ഒന്നാണെന്നും റഷ്യയിൽ നിന്ന് ഇതുപോലെ എണ്ണ വാങ്ങുന്നവരെ എല്ലാവരെയും തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന് ആണ് ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ ചൈനയ്ക്കെതിരെ ഒരു നടപടിക്കും ട്രംപ് തുനിഞ്ഞിട്ടില്ല. ചൈനയ്ക്ക് മാത്രമല്ല, തുർക്കി, ഫ്രാൻസ്, ബ്രസീൽ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന ആൾക്കാരാണ്. ഇവരോടൊന്നും തന്നെയും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ട്രംപ് ഇതുവരെ നടപടികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ വ്യാപാര കരാർ ചർച്ചയിലാണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിലും ഇന്ത്യ ട്രംപിൻ്റെ അവകാശവാദങ്ങളൊന്നും ചെവികൊണ്ടില്ല. ആവശ്യങ്ങൾക്കൊന്നും തന്നെ മുട്ടുമടക്കിയില്ല. ഈ പറഞ്ഞതുപോലെ പീസ് മേക്കർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നല്ലോ. ഈ ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യ വഴങ്ങിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ദേഷ്യം മുഴുവനും ഉള്ളത് ഇന്ത്യക്ക് മേലാണ്. മറ്റു രാജ്യങ്ങളോടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ആരും ഇപ്പോൾ അമേരിക്കയെ മൈൻഡ് ചെയ്യുന്നില്ല. അതാണൊരു കാര്യം. പണ്ടൊക്കെ അമേരിക്ക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയേട്ടനാണ്, എല്ലാവരും മറ്റു രാജ്യങ്ങളെല്ലാം ഓംബ്ര പറഞ്ഞ് മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവസ്ഥ അങ്ങനെയല്ല. അപ്പോൾ മുമ്പ് ഏപ്രിലിൽ ട്രംപ് ചൈനയ്ക്ക് മേലെ 140% തീരുവ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് US ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അവിടേക്ക് 125% തീരുവ ചുമത്തി തിരിച്ചടിച്ചു. അപ്പോൾ പിന്നീട് ഇരു രാജ്യങ്ങളും ഇതിൽ നിന്ന് പിൻവലിഞ്ഞു. ഇത് ശരിയാവില്ല എന്ന് തോന്നി. രണ്ടു കൂട്ടരും നല്ല രീതിയിൽ ചുങ്കം പറഞ്ഞപ്പോൾ രണ്ട് രാജ്യങ്ങളും പിൻവലിഞ്ഞു. ഇപ്പോൾ നിലവിൽ US-ൽ എത്തുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 30% തീരുവയുണ്ട്. ചൈനയിലെത്തുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നവംബർ 10 വരെ തുടങ്ങും. അപ്പോൾ ആദ്യം പറഞ്ഞത് ഈ US ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തുമ്പോൾ അതിന്റെ തീരുവ ഇരട്ടിയിലധികം, അല്ലെങ്കിൽ ഇരട്ടിയൊന്നുമല്ല, ഒരുപാട് വർദ്ധിപ്പിക്കുമെന്നാണ്, ഇന്ത്യക്കൊക്കെ ചെയ്ത പോലെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം ഇപ്പൊ തൽക്കാലം വന്നിട്ടില്ല. നവംബർ 10 വരെ ഇനി ഇങ്ങനെ തന്നെയായിരിക്കും. 30% ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വരും. US ഉൽപ്പന്നങ്ങൾ ചൈനയിൽ വന്നിറങ്ങുമ്പോൾ 10%. ഈ രീതിയിലാണ് ഇനി മുന്നോട്ട് നവംബർ 10 വരെ പോകുന്നത്. അതിനുശേഷം മാറ്റം വരുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. മാറ്റം വരും. കാരണം ഈ 145 കൊണ്ട് വീണ്ടും ചൈനയുടെ അടുക്കെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ചൈന അതിനപ്പുറത്തത് കൂട്ടും. ഇത് മാത്രമല്ല, ഇവിടെയാണ് നമ്മൾ ചൈനയുടെ ഒരു ശക്തി കൂടി നമ്മൾ കാണേണ്ടത്. അവർ
ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടാണ് മുൻപോട്ട് പോകുന്നത്. മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത ഒരു പവർ ആ കാര്യത്തിൽ ചൈനയ്ക്കുണ്ട് എന്ന് നമ്മൾ പറയണം. അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ലോകത്തിന്റെ ഏത് കോണിലും ചൈനയുടെ കമ്പോളമുണ്ട്. ചൈനയുടെ സാധനങ്ങൾ ഇല്ലാത്ത ഒരു ഏരിയയും ഇല്ല എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ തന്നെ അമേരിക്ക മുട്ടുമടക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. അതായത് അമേരിക്കയിൽ ചൈനയുടെ വലിയ കമ്പോളങ്ങളുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കയുടെ ഈ പറയുന്ന ആപ്പിൾ ഉൾപ്പെടെയുള്ള ഫോണുകളിലൊക്കെ തന്നെ ചിപ്പ് ഇതെല്ലാം ചൈനയിൽ നിന്നുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ മുഴുവൻ അങ്ങ് തീരുവ ചുമത്തിയേക്കാം, അധിക തീരുവ കൊണ്ടിടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചൈന പറയും ഞങ്ങൾ സാധനങ്ങൾ തരുന്നില്ല എന്ന് പറയും. ഇത് അമേരിക്കൻ കമ്പനികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അപ്പോൾ ഈ ട്രംപ് കാണിച്ചു കൂട്ടുന്ന ഒരു മണ്ടത്തരമാണ്. അവിടെയാണ് നമ്മൾ ഈ ചൈനയുടെ ഒരു ശക്തി കാണേണ്ടത്. അതായത് അവർക്കറിയാം ഈ ലോക വിപണി നിയന്ത്രിക്കുന്നത് ചൈനയാണെന്ന് നമുക്ക് പറയാം. കാരണം അവരൊരു സാധനം ഒരു രാജ്യത്തിന് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ചൈനയ്ക്ക് മറ്റു കമ്പോളങ്ങളുണ്ട്. പക്ഷേ ആ രാജ്യത്തിന് അത് തിരിച്ചടിയാണ്. നമ്മൾ അമേരിക്കയ്ക്ക് എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ചൈനയ്ക്കുണ്ട്. അവിടെയാണ് ഈ പ്രതിസന്ധി. പ്രൊഡക്ഷൻ നടക്കണമെന്നെങ്കിൽ തന്നെയും അതിലേക്ക് ആവശ്യമായ പല സാധനങ്ങളും കൊടുക്കുന്നത് ചൈനയെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അത് അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണമാണ് വാൾമാർട്ട് ഉൾപ്പെടെയുള്ള ഭീമന്മാരുടെ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും സാധനങ്ങൾ ഇല്ലാതെയായി. കാരണം ഇവര് കൊടുക്കുന്നില്ല, ചൈന കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ സൂപ്പർ മാർക്കറ്റ് കാലിയാവാൻ തുടങ്ങി. അന്നേരമാണ് ഈ 145 നിന്ന് താഴോട്ട് ഇറങ്ങിയത്, 10% ആക്കിയത്. അതാണ് ഈ താഴോട്ട് ഇറങ്ങിയത്. ഇത് നമ്മൾ കാണണം. കാരണം എന്താണെന്നറിയാമോ, ചൈന നോ പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമ്മൾ കണ്ടു മനസ്സിലാക്കണം. ഈ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിസന്ധിയും അത് തന്നെയാണ്. നമ്മളെല്ലാം ഇറക്കുമതി ചെയ്യുകയാണ്. നമുക്കിവിടെ എല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ എല്ലാത്തിനും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദേശീയ പതാക മറ്റേ ഓഗസ്റ്റ് 15 ആകുമ്പോൾ ദേശീയ പതാക പോലും നമുക്ക് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അതിനേക്കാൾ വലിയ നാണക്കേട് എന്താണ്? അതാണ് ഈ ചൈനയുടെ ഒരു അവര് മുട്ടുകുത്താത്തതിന്റെ കാര്യം. അല്ല, അവർക്ക് മാർക്കറ്റ് അറിയാം. ലോകത്തിന്റെ ഓരോ കോണിലും ഓരോ ഇഞ്ചിനും എന്ത് മാർക്കറ്റ് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് ചൈന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കമ്പോളങ്ങളിൽ എത്തുന്ന നമ്മുടെ ഈ ഓണ സമയത്ത് തന്നെ നമ്മുടെ കമ്പോളങ്ങളിൽ എത്തുന്ന കളിപ്പാട്ടങ്ങളിൽ ഏറെയും ചൈനയുടെ സാധനങ്ങളാണ്. മുഴുവൻ അവിടെ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ പറയുന്ന രാഖി കെട്ടുന്ന ഒരു സമ്പ്രദായമുള്ളത്. ഈ രാഖി എവിടെ നിന്നാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. അതായത് ഓരോ രാജ്യത്തിന്റെയും കമ്പോളം മനസ്സിലാക്കി അത് നിർമ്മിച്ച് കയറ്റിവിടുന്ന ഒരു ജോലിയാണ് ഈ പറയുന്ന ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടവും. അവിടെയാണ് അമേരിക്കയ്ക്കും ട്രംപിനും അടിപതറിപ്പോയത്. അങ്ങനെ അധിക തീരുവയൊന്നും ചൈനക്കിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പിന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ടായി. ഇതിപ്പോ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളല്ല കാര്യം പറഞ്ഞു. ട്രംപിന് അതിനേക്കാൾ വലിയ ഒരു അടി പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെ വൻകിട കമ്പനികൾ അവരുടെ ഉൽപ്പാദനം ചൈനയിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രംപ് ഇങ്ങനൊരു വ്യാപാര യുദ്ധം പറയുകയാണെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ നിന്ന് ഉൽപാദനം മാറ്റുമെന്നായിരുന്നു പ്രതീക്ഷ. തിരികെ അമേരിക്കയിലേക്ക് തന്നെ വരുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ കോസ്റ്റ് ഏറ്റവും കുറവുള്ളത് ചൈനയിലാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടാൻ ഈ അമേരിക്കൻ കമ്പനികൾ തയ്യാറല്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ചൈനയിൽ തന്നെ തുടർന്നു. അത് അമേരിക്കയ്ക്ക് പറ്റിയ വലിയൊരു അടിയായിരുന്നു. കാരണം അമേരിക്കയും ചൈനയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികളെങ്കിലും കൂടെ നിൽക്കുമെന്നായിരുന്നു ട്രംപിന്റെ വിചാരം. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അമേരിക്കൻ കമ്പനികൾ ഇപ്പോഴും ഉൽപ്പാദനം നടത്തുന്നത് ചൈനയിൽ വെച്ചാണ്. അതിന്റെ ഗുണം കിട്ടുന്നത് ചൈനയ്ക്കാണ്. കാരണം ഇവർക്ക് എല്ലാവരും നോക്കുന്നത് അവരുടെ പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് ലാഭം ചൈനയിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതും ട്രംപിന് വലിയൊരു അടി പറ്റിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക എല്ലാ ഇതിലും അമേരിക്ക ആദ്യം വിചാരിച്ചത് അമേരിക്കൻ കമ്പനികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊഴിലവസരങ്ങൾ കൂടും, അതുപോലെ തന്നെ സാധനങ്ങളുടെ ഉൽപ്പാദനം കൂടും, ഇതെല്ലാം വിചാരിച്ചു. പക്ഷെ അതൊന്നും തന്നെ നടക്കില്ല. നമുക്ക് ഒരു ഈ ചൈനയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ചൈനയെ പൊക്കിയടിച്ച് പറയുന്നതല്ല, പക്ഷേ അവർ ഈ ലോകത്തിന്റെ പോക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുന്ന രാജ്യമാണ് ഈ ചൈന എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യം സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ ചൈനീസ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, ചൈനയുടെ സാധനമാണ്, എപ്പോൾ വേണേലും കാറ്റ് തീരും എന്ന് പറയുന്നത്. അതങ്ങനെയല്ല. ഈ ചൈനയുടെ സാധനങ്ങൾ ഈ ചീപ്പ് റേറ്റിന് നമുക്ക് എന്തിനു കിട്ടുന്നു, അല്ലെങ്കിൽ അവിടെ അത് ചീപ്പ് റേറ്റ് അവിടെ
അത്രത്തോളം കുറവാണെന്നേ. ഈ കോസ്റ്റ് കുറവാണ്, അതാണ് ഉൽപാദനത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്, അതാണ് ഏറ്റവും കൂടുതൽ കുറവായതുകൊണ്ടാണ് ഈ എല്ലാ കമ്പനികളും അവിടെ പോയി അടിഞ്ഞുകൂടുന്നത്. അപ്പോ ഈ നമ്മൾ ഈ അയ്യേ എന്ന് പുച്ഛിച്ച് തള്ളുന്ന സാധനം, ഈ ചൈനയുടെ സാധനങ്ങൾ എത്രയോ വർഷങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഫോണിൽ തന്നെ ഫോണുകൾ, ഈ ചൈനയുടെ ഫോണുകൾ ഈ നമ്മുടെ മാർക്കറ്റിൽ തന്നെ അടിയാണ് ഈ ഫോൺ വാങ്ങിക്കാൻ തന്നെ. അതായത് ഏറ്റവും കുറവിൽ മികച്ച സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട്. അതാണ് അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ പിന്നീടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുമ്പ് നമ്മൾ പലതവണ യുദ്ധങ്ങളെ പറ്റി ചർച്ച ചെയ്തിരുന്നു. യുദ്ധങ്ങളെ പറ്റി ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലൊന്നും നേരിട്ട് ഇടപെടാൻ ചൈന വരില്ല, ചൈന തയ്യാറല്ല. ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നു, ചൈന നേരിട്ടിടപെട്ടില്ല. അമേരിക്കയും ഈ പറയുന്ന ഇറാനും തമ്മിൽ യുദ്ധം നടന്നു, നേരിട്ടിടപെട്ടില്ല. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, നേരിട്ടിടപെട്ടില്ല. പക്ഷെ ഇവിടെ എല്ലാം പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നത്തിലും ഇടപെടുന്നില്ല. അതായത് പക്ഷെ ഇവിടെ എല്ലാം ചൈനയ്ക്ക് മാർക്കറ്റ് ഉണ്ട്. ഈ യുദ്ധങ്ങളിലൊന്നും ഇടപെടാത്തതിന്റെ കാരണം എന്താണ്? യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ പിന്നോട്ടടിക്കുന്ന, അവരുടെ സമ്പത്ത് നശിപ്പിക്കുന്ന, ആയുധശേഷി നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് യുദ്ധം എന്ന് പറയുന്നത്. അവർ ബുദ്ധി ഉള്ളത് കൊണ്ട് അവർ ഈ യുദ്ധത്തിലൊന്നും നേരിട്ടിടപെടാൻ തയ്യാറല്ല. പക്ഷേ മറ്റൊരു വഴിക്കൂടെ ഇവർക്കെല്ലാം ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അതാണ് പണം ഉണ്ടാക്കുക, സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒന്ന് ഓർത്തു നോക്കണം, ഈ ചൈനയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ചൈനയാണ് ഇപ്പോൾ പണ്ട് ഒറ്റക്കുട്ടി മതി എന്ന് പറഞ്ഞ നയം വെച്ചവർ പിന്നെ അത് മാറ്റിയിട്ട് 2, 3, 4 കുട്ടികളായിക്കോട്ടെ എന്നുള്ള ചില നിബന്ധനകൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ജോലി ചെയ്യാൻ മാൻ പവർ അവർക്ക് വേണം, അതിനു വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നുമുള്ളവർ ചൈനയിൽ ജോലി എടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്രയോ ആൾക്കാർ ചൈനയിൽ ജോലി എടുക്കുന്നുണ്ട്. അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, എന്നാൽ അതിനെ മറികടക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് സമ്പത്തുണ്ടാക്കാനുള്ള വഴി നോക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ചൈന. അതുകൊണ്ട് ഈ പറയുന്ന യുദ്ധങ്ങളിലൊന്നും അവർ താല്പര്യം കാണിക്കില്ല. പിന്നെ ഈ പറയുന്ന അമേരിക്ക ഇതുകൂട്ട് അധിക ചുങ്കം ചുമത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകും, സമ്പദ് വ്യവസ്ഥയിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാലും അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ 145 നിന്ന് ഇങ്ങ് അമേരിക്ക താഴെ ഇറങ്ങിയത്. അതെ, അപ്പൊ അത് തന്നെ ഇപ്പൊ ഈ 145 ആക്കുമെന്ന് അമേരിക്ക പറഞ്ഞ ഉടനെ തന്നെ 125 ആക്കിയിട്ട് അമേരിക്കൻ ഇറക്കുമതിക്ക് 125% ചൈന പറഞ്ഞത്, ഒപ്പം തന്നെ തിരിച്ചടിക്കുക ചെയ്തത്. അതോടുകൂടി തന്നെ ബോയിങ് വിമാനം വാങ്ങുന്നത് നിർത്തിവെച്ചു. ഇതോടുകൂടി തന്നെ നിർണായകമായ ധാതു വിഭവങ്ങളുടെ കയറ്റുമതി എല്ലാം പരിമിതപ്പെടുത്തി. ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ് വരുത്തിയത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിയറ്റ്നാം, മലേഷ്യ, കംബോഡിയ എന്നീ രാജ്യങ്ങളിലെല്ലാം പര്യടനം നടത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പോയിട്ട് അമേരിക്കൻ നിലപാടുകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെയും അമേരിക്കൻ മാർക്കറ്റ് ഉള്ളത് കാരണം ഇവരെല്ലാവരും ചൈന മാർക്കറ്റ് ഉള്ളത് കാരണം അമേരിക്കയുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ആൾക്കാർ ചൈനയുടെ കൂടെ നിൽക്കും. അത് അമേരിക്കയ്ക്കാണ് ക്ഷീണം സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നോക്കിയാലും ലോകത്ത് ഒരിടത്തും ഈ അമിത ചുങ്കം ഏർപ്പെടുത്തിയോട് കൂടിയിട്ട് അമേരിക്കയ്ക്ക് പറ്റിയിട്ടുള്ള അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 അടിയാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഇന്ത്യയുടെ മണ്ടയ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ചുമതല മാറ്റിയിട്ടില്ല. അപ്പോൾ അതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നവംബർ 17 മുമ്പ്, ഇതിനു മുമ്പ് ഉണ്ടാക്കി 25% എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട സാധനങ്ങൾ അമേരിക്കയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നവംബർ 17 മുമ്പ് എത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് 50% വരും. നവംബർ 17 മുമ്പ് ഈ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുള്ള സാധനങ്ങൾ നവംബർ 17 മുമ്പ് അമേരിക്കയിൽ എത്തണം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്തായാലും 50% വരും എന്നാണ് പറയുന്നത്. അതൊരു വലിയ, ഇപ്പോഴും ഇന്ത്യയോട് മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. ഇവിടെയാണ് ഈ മോദി ഇപ്പോൾ ചർച്ചയ്ക്ക് പോകുന്നുണ്ട്, എന്നിട്ട് പോലും ഒരു മാറ്റം വരുത്താൻ ട്രംപ് തയ്യാറാകുന്നില്ല. ഈ ചർച്ച ഏറ്റവും നിർണായകമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അധിക തീരുവ ചുമത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വിപണിയെ ബാധിക്കുന്ന പ്രശ്നമാണ്, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. വിലക്കയറ്റം രൂക്ഷമാകും. ഇത് നമുക്ക് അധിക കാലം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് മറ്റു മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്ന് തന്നെയാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് നയതന്ത്രപരമായി ഈ വിഷയം കൈകാര്യം ചെയ്യാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. അല്ലാതെ കാരണം നമുക്ക് അത്യാവശ്യമാണ്. കാരണം അമേരിക്ക ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ 50% ചുങ്കം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സമുദ്രോൽപ്പന്നങ്ങൾക്കായിരിക്കും.
അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറയും എന്നുള്ള പ്രതീക്ഷയിൽ ചൈനയും ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാതിരിക്കുകയാണ്. കാരണം അമേരിക്ക വില കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യില്ല. അങ്ങനെ കയറ്റുമതി ചെയ്യാതെ പ്രത്യേകിച്ച് സമുദ്രോൽപ്പന്നങ്ങൾ ഇവിടെ കെട്ടിക്കടന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ ചീഞ്ഞു പോകുകയേ ഉള്ളൂ. അതില്ലാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരേ ഒരു മാർഗമുള്ളത്, ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രൈസ് കുറയ്ക്കുക എന്നുള്ളൊരു മാർഗമേ ഉള്ളൂ. അങ്ങനെ ഇന്ത്യൻ സാധനങ്ങളുടെ വില കുറയും എന്നുള്ള പ്രതീക്ഷയിൽ ചൈന ഇപ്പോൾ കാത്തിരിക്കുകയാണ് വില കുറയുന്ന സമയത്ത് വാങ്ങാൻ വേണ്ടി. അപ്പോൾ അത് നമുക്കപ്പോൾ രണ്ട് തരത്തിലാണ് നഷ്ടം വരുന്നത്. ഒന്ന്, അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ പറ്റുന്നില്ല. രണ്ട്, ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ നമ്മളിൽ നിന്ന് വില കുറയാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. കാരണം സമുദ്രോൽപ്പന്നങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഈ 50% തീരുവ എന്നുള്ളത് പല മേഖലകളിൽ ഇന്ത്യയെ ബാധിക്കാനാണ് സാധ്യത. ആൻറ്റി ഡബ്ബിംഗ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്നിവയടക്കം തീരുവ 58% വരും. 50% എന്ന് പറഞ്ഞാൽ 50% നിൽക്കില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ ആൻറ്റി ഡബ്ബിംഗ് ഡ്യൂട്ടി വരും, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി വരും. ഇത് രണ്ടും 8% വരും. അപ്പോൾ മൊത്തം നമുക്ക് 58% എങ്കിലും നമുക്ക് വരും. ഇത്രയും തീരുവ നൽകിയിട്ട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു വലിയ ക്ഷീണമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കൊടുത്തു വിട്ടത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 17-ാം തീയതിക്ക് മുമ്പ് അവിടെ എത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ അതും 50% മാറും. അതും ഇന്ത്യക്ക് ഭയങ്കര അധികം ദോഷം ചെയ്യും. അപ്പോൾ ഇത് കാരണം 2023-24 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി എന്ന് പറയുന്നത് 60,523 കോടി രൂപയായിരുന്നു. അതാണ് നമുക്കിനി പറ്റാതിരിക്കുന്നത്. അത്രയും രൂപയുടെ വ്യത്യാസം നമുക്കിനി വരും. അപ്പോൾ ഇന്ത്യൻ സമുദ്ര വിഭവങ്ങൾ വാങ്ങുന്നതിൽ 2-ാം സ്ഥാനമാണ് ചൈനയ്ക്കുള്ളത്. ഈ ചൈനയാണ് ഇപ്പോൾ പിൻവാങ്ങി നടക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ 11,825 കോടിയാണ് ചൈന വാങ്ങിയത് വഴി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക കനത്ത തീരുവ ചുമത്തി എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് വില കുറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചൈനയും മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ സാധനങ്ങൾ കെട്ടിക്കടക്കുന്നതിനും കേടായി പോകുന്നതിനും കാരണമാവും. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്കിതിനെ ബാധിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നമ്മളോടൊരു യുദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീരുവ യുദ്ധമാണ്. സൈനികമായിട്ടല്ല, മറ്റൊരു രീതിയിൽ ഇന്ത്യയെ വരുതിയിലാക്കാനുള്ള ഒരു നീക്കമാണ്. പക്ഷേ മുൻപ് നമ്മൾ ഇതൊക്കെ വെറും എന്താ പറയുന്നത്, ഈഗോ ഇളകിയിട്ട് ട്രംപ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു ഭരണാധികാരിയും, എനിക്ക് തോന്നുന്നു ഇന്നോളം അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ വന്നിട്ടുള്ള ഒരു ഭരണാധികാരികളും ഇന്ത്യയോട് ഈ നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം മത്സ്യത്തൊഴിലാളികളെ വരെ അത് ബാധിക്കും. 20,000 കോടി രൂപയുടെ നഷ്ടം വരും. ഈ നയതന്ത്രപരമായി മുൻപ് ഇരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരുമായിട്ട് നമുക്ക് എന്തെല്ലാം തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും കാണിക്കാത്ത ചില ഈ തൊട്ടി സ്വഭാവമാണ് ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ രാജ്യത്തിനും ഓരോ നിലപാടുണ്ട്. അതനുസരിച്ചാണ് ആ രാജ്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അല്ലാതെ മറ്റൊരു രാജ്യം വന്ന് ആധിപത്യം സ്ഥാപിക്കുന്നതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. ഈ ട്രംപ് എന്തായാലും ഇതിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെയൊന്ന് ഭീഷണി ഇടയ്ക്കൊന്ന് തുടരും. പക്ഷേ പൂർണ്ണമായും അങ്ങ് ഇന്ത്യയെ തഴയാനൊന്നും ഈ പറയുന്ന അമേരിക്കയ്ക്കും കഴിയില്ല. കാരണം നമ്മുടെ ഒരുപാട് വസ്തുക്കൾ ഇപ്പോൾ ഈ സമുദ്രോൽപ്പന്നങ്ങൾ മാത്രമല്ല, ഔഷധ സസ്യങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട്സ് ആവശ്യമാണ്, കുരുമുളക്, അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ അമേരിക്ക കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റി അയച്ചിരുന്നു. അപ്പോൾ അതിൽ ചെമ്മീൻ്റെ കൂടെ കടലാമ കുഞ്ഞുങ്ങൾ വരുന്നെന്നും പറഞ്ഞിട്ട് അത് നിർത്തലാക്കിയിരുന്നു. പിന്നീട് അത് ആന്ധ്രയിൽ നിന്ന് കൃഷി ചെയ്തിട്ട് വരുന്ന ചെമ്മീനാണ് പ്രോസസ്സ് ചെയ്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. മറ്റത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചായിട്ട് തന്നെ നമ്മളുമായിട്ടൊരു ചെറിയ കയറ്റുമതി ഇറക്കുമതി സംഭവങ്ങളിലൊരു അസ്വാരസ്യം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മോദി ചർച്ചയ്ക്ക് പോകുന്നുണ്ട്. ചർച്ച ഇനി എന്താകുമെന്ന് 15-ാം തീയതി ഈ പറയുന്ന പുടിനുമായിട്ട് ട്രംപ് ചർച്ച, അതിനു മുൻപ് മോദിയും ട്രംപുമായിട്ട് ചർച്ച നടക്കുന്നു. അപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് താഴോട്ടിറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ തീരുവ യുദ്ധം കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇത് പ്രഖ്യാപിച്ചു പോവുകയും ചെയ്തു. പെട്ടെന്ന് പിൻവലിക്കാനും പറ്റത്തില്ല. ആകെ എങ്ങനെ നോക്കിയാലും ട്രംപിന് തന്നെ ഇത് ക്ഷീണമാകുമെന്നുള്ളത് കൊണ്ട് ഇത് കുറച്ച് ദിവസം ഇതിങ്ങനെ തുടരും എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയിൽ നിന്ന് തന്നെ അതിശക്തമായ എതിർപ്പ് ട്രംപിന് നേരെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാനൊന്നും ട്രംപിന് കഴിയില്ല. താഴെ നിലത്ത് തന്നെ ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2 നോബൽ സമ്മാനം കൊടുത്ത്, അതെ, ഒരു നോബൽ സമ്മാനം കൊടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു. പിന്നെ ഒരു താങ്ക്സ് പറഞ്ഞില്ല എന്നുള്ള പ്രശ്നമാണ്. പോകുമ്പോൾ നേരിട്ട് പോകുമ്പോൾ ഒരു താങ്ക്സ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർന്നു. വളരെ നിസ്സാര കാര്യത്തിന് തുടങ്ങിയിട്ടുള്ള
ഒരു ഈഗോ ക്ലാഷാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോന്നിട്ടുള്ളത്. കളിപ്പാട്ടം കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ് കാണിക്കുന്നത്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.